ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്സ് പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സിൻ്റെ പൊടി എടുക്കുക. വെറൈറ്റി ഓഫ് ഓട്സ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അതെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ചെറിയ ചൂടിലിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഓട്സിൻ്റെ പൗഡറിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2 പിടി മതി, അല്ല മൊത്തത്തോളൊന്നും എടുത്തിട്ട് കളയില്ല, ഒരു ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ മതി. എന്നിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓട്സിനെ നമ്മൾ കുഴയ്ക്കാൻ എടുക്കുന്നത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിനകത്താണ്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് വെള്ളമായാൽ കുഴക്കട്ടയാവും, അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം കുഴയ്ക്കാൻ. എന്നിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഏതൊരു പുട്ട് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും എന്നാണ് അമ്മ പറയാറുള്ളത്. അമ്മ ചെയ്യുന്ന കണ്ടാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടിലാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്നും വേണ്ട പുട്ട് വേവാൻ, പക്ഷെ ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചായിരുന്നു, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്ന് പറഞ്ഞ്. എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഇതിനെ പുഴുങ്ങിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ സെറ്റാവും. 10-15 മിനിറ്റ് ആകുമ്പോൾ സെറ്റായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഒരുപാട് വെള്ളം കൂടി പോവുകയാണെങ്കിൽ റബ്ബർ പരുവമാകും. അപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പുട്ട് നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിന്ന് പുട്ടിൻ്റെ കൂടെ കടലക്കറി ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പുട്ടിൻ്റെ അവസ്ഥ എന്തോ ആണെന്ന്. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇത് എത്രത്തോളം വീഡിയോയിലൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനത് കഴിച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ എത്രത്തോളം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തി ഫുഡാണ്. നമ്മുടെ ഓട്സ് അല്ലേ, അപ്പം ഈ വെയ്റ്റ് ലോസ് ചാലഞ്ചും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അതാണ്ട് ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്കിത് കിട്ടും. പിന്നെ നമ്മുടെ സാധാ പുട്ടിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു സ്റ്റിക്കി ഫീലുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്സ് അല്ലേ, അതുകൊണ്ടൊരു സ്റ്റിക്കി ഫീൽ കാണും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും അതിനെ മാറ്റി നിർത്താനും പറ്റത്തില്ല, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.